കേരളത്തിലെ 3 സർവകലാശാലകളിലെ വിസിമാർ RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുത്ത ഒരു പരിപാടിയിൽ അതിൽ പോയി അറ്റൻഡ് ചെയ്തു, പ്രമുഖ സ്ഥാനം വഹിച്ചു എന്നത് കേരളത്തിൽ വലിയ വിവാദമായിരിക്കുകയാണ്. തീർച്ചയായും കേരളം പോലൊരു മതേതര സംസ്ഥാനത്തിൻ്റെ വിസിമാർ ഇത്തരം ഒരു വർഗീയമായ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. സംഗതി RSS പറയും ഞങ്ങൾ വർഗീയമല്ല, മറ്റതൊക്കെ അല്ല എന്ന് പറഞ്ഞാലും, BJPയുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാലും, സാമാന്യം മൂക്ക് കീഴ്പോട്ടായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അരിവാഹാരം കഴിക്കാത്തവർക്ക് പോലും അറിയാം RSSന്റെ ലക്ഷ്യം എന്താണ്. ഹിന്ദു രാഷ്ട്രം എന്ന ലക്ഷ്യം അവർ പ്രഖ്യാപിക്കുകയും 100 വർഷത്തിലേറെയായി അതിൽ പ്രവർത്തിക്കുകയും അതിനെ വിവിധ സംഘടനകൾ വഴി അതിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും, അങ്ങനെയാണ് നമ്മൾ സംഘത്തിൻ്റെ വിവിധ പരിവാർ എന്ന് പറയുന്നത്. അതിൽ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ BJP ഉണ്ട്, അതുപോലെ മറ്റു പല വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, ഹനുമാൻ സേനയുണ്ട്, ബജറംഗ് ദളുണ്ട്, ഇങ്ങനെ പല സംഘടനകളുമുണ്ട്. അവരുടെ ലക്ഷ്യം കേരളത്തിലല്ല ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം അവരുടെ ലക്ഷ്യം എന്താണ്. അങ്ങനെ ലക്ഷ്യമുള്ള ഒരു സംഘടനയുടെ പരിപാടിക്ക് കേരളത്തിലെ മതേതര കേരളത്തിലെ എല്ലാ മതവിശ്വാസങ്ങൾക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കുന്ന കേരളത്തിലെ വിസിമാർ 3 സർവകലാശാല വൈസ് ചാൻസലർമാർ പോയി. ഈ വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കുറെ കാലമായി പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഗവർണറാണ് ചാൻസലർ. സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് ഗവർണർമാർ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത്. അതിന് സെർച്ച് ലിസ്റ്റ്, അതിനുശേഷം ഫൈനൽ ലിസ്റ്റൊക്കെ ഉണ്ടാക്കും. പക്ഷെ കുറേ വർഷങ്ങളായി വലിയ തോതിലുള്ള സംഘർഷം ഇത് സംബന്ധിച്ച് നടക്കുകയാണ്. അതിൻ്റെ ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതാണ്ട് എല്ലാ സർവകലാശാലകളിലും തോന്നിയതുപോലെ സംഘപരിവാറിൻ്റെ ആളുകളെ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഗവർണർ നിയമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അത് വലിയ തോതിൽ നിയമപോരാട്ടവും നടന്നിട്ടുണ്ട്. അതിൻ്റെ സംഗതികളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഗവൺമെൻറ് വന്ന് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഒരാളെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് അതിൽ നേരിട്ട് പങ്കില്ല, കാരണം ഇതിന് മുമ്പ് കൊടുക്കേണ്ട ലിസ്റ്റ് കൊടുക്കേണ്ടതാണ്, ഡേറ്റൊക്കെ കഴിഞ്ഞു. ഈ ഗവൺമെൻറ് അധികാരം ഏൽക്കുമ്പോഴേക്കും അതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, സെനറ്റിലേക്ക് സംഘപരിവാറിൻ്റെ ആളുകളെ കുത്തിത്തിരുകുന്ന ഗവർണറുടെ നടപടി, ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ 3 വിസിമാർ ഇങ്ങനെ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ അതിനിശിതമായി മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വിമർശിച്ചിട്ടുമുണ്ട്. അത് കേരളത്തിന് ചേരാത്ത നടപടിയാണ്, അത് തെറ്റായ നടപടിയാണ്, അത് തിരുത്തണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്.